എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് ഏറ്റവും കൂടുതൽ ഗുണകരമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഗുണ്ടകളൊക്കെ അങ്ങനെ പഞ്ഞിക്കിട്ടിട്ട് അവസാനം ഇഷിതയും ചിപ്പിമോളും മഹേഷും കൂടെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയം ചിപ്പിമോള് ഭയങ്കര സന്തോഷത്തിലാണ്. മഹേഷിനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് SI എല്ലാരും കൂടെ ചേർന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ രണ്ടു മൂന്ന് ഗുണ്ടകളെ ഇറക്കിയത്. പക്ഷെ അവന്മാരെയൊക്കെ കൈയോടെ മഹേഷ് അങ്ങോട്ട് കൈകാര്യം ചെയ്തു. അവസാനം SIയെ നാണം കെടുത്തി വിട്ടു. പിന്നീട് പോരുന്ന വഴിക്കാൻ ചിപ്പിമോള് പറഞ്ഞു, എന്റെ ഡാഡി ഭയങ്കര സൂപ്പർ ഹീറോ അല്ലേ എന്നൊക്കെ പറയാം. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, അയ്യോ മോളെ അങ്ങനെയൊന്നും പറയരുത്, ഡാഡി ഒരടി അങ്ങോട്ട് പൊങ്ങിപ്പോന്ന് പറയാം. ഇത് കേട്ടപ്പോ ചിപ്പിമോള് ചിരിച്ചു. മഹേഷ് പറഞ്ഞു, അതെ നീ എന്നെ എത്ര വലിയ കൊച്ചാക്കുമൊന്നും വേണ്ടെന്ന് പറയാം. ആ ഗുണ്ടകളെ 3 പേരെ ഇടിച്ചു താറക്കണെങ്കിലേ അത്യാവശ്യം എനർജി ഒക്കെ വേണമെന്ന് പറയാം. സമ്മതിച്ചു തന്നിരിക്കുന്നു എനർജി ഉണ്ടെന്നുള്ള കാര്യം എന്ന് പറയണം. ചിപ്പിമോള് പറഞ്ഞു, ഇനി അത് പറഞ്ഞ് രണ്ടുപേരും കൂടെ വഴക്കടിക്കണ്ട കേട്ടോ എന്ന് പറയാം. ആര് വഴക്കടിച്ചു? ഞങ്ങള് രണ്ടുപേരും കൂടെയാ. ഞങ്ങള് രണ്ടുപേരും വഴക്കടിച്ചിട്ടില്ലെന്ന് പറയാം. എന്നാ പ്രോമിസ് ചെയ്യ ഇനി നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെയൊന്നും പറയില്ലെന്ന്. ഇത് കേട്ടതും ഇഷിത മഹേഷിനെ നേരെ നോക്കുക. പ്രോമിസ് എന്ന് ഇഷിത പറയണം. ഇനി ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയൊന്നും പറയില്ല, വഴക്കടിക്കില്ലെന്ന് പറയാം. അപ്പോഴെനിക്ക് സന്തോഷമായെന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ടേക്ക് വന്നിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോള് ഭയങ്കര ആകാംക്ഷയിലാണ്. തനിക്ക് കിട്ടിയ ട്രോഫി വീട്ടിലെല്ലാവരും കാണിക്കണം. ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോഴേക്കൊരു മഴയ്ക്കുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടത ഇങ്ങനെ മഴയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടപ്പോ മഹേഷ് ചോദിച്ചു, എന്താ ആദ്യമായിട്ട് മഴ കാണുന്നാന്ന് തോന്നല്ലോ. അതെ മഴ കാണുന്ന എന്താ മനസ്സിലായില്ലേന്ന് ചോദിക്കണം. നോട്ടം ഇപ്പോ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രമാത്രം മഴേനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന പോലെ ഉണ്ടല്ലോ. അതെ എനിക്ക് പണ്ടേ തൊട്ട് ഈ മഴയെന്ന് പറഞ്ഞ വീക്കൻസാ. ഈ മഴയത്ത് ഇങ്ങനെ ചാടി നടക്കാൻ എന്ത് രസമല്ലേ, എന്ത് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കണം. ഇതിനാ പറയുന്ന നട്ടഭ്രാന്തെന്ന് പറയണേ എന്ന് മഹേഷ് പറയണം. ആ സമയം ചിപ്പുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇഷിത പിന്നെ ഒന്നും നോക്കിയില്ല. ഇഷിത എന്ത് ചെയ്യണം, നേരെ മഴയത്തേക്ക് ഇറങ്ങണം. മഴയത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ മഴയത്തെ കൂടെ ഇങ്ങനെ ഓടിച്ചാടി നടക്കണം, ശരിക്കും കുഞ്ഞു കുട്ടികളെ പോലെ. അപ്പൊ ഇത് നോക്കി മഹേഷ് നിൽക്കുകയാണ്. മഹേഷിനെ കണ്ടത് ഇഷിത ചോദിച്ചു, അല്ല എന്താ മഴയത്ത് ഇറങ്ങണമെന്നുണ്ടോ? നാണക്കേടൊന്നും വിചാരിക്കണ്ട, ഇങ്ങോട്ട് ധൈര്യമായിട്ട് പോരാൻ പറയണം. മഹേഷ് പറഞ്ഞു, പിന്നെ എനിക്ക് വലിയ ഭ്രാന്തൊന്നും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടെന്ന് ഇഷിത എന്ത് ചെയ്യുവാണ്, ചെന്നാ കയ്യേലേക്ക് അങ്ങോട്ട് പിടിച്ചു ഇങ്ങോട്ട് ഇറങ്ങുന്നു പറഞ്ഞിട്ട് മഴയത്തേക്ക് വലിച്ചിടുവാണ്. ചിപ്പിമോൾ ഇത് കണ്ട് അവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കുവാണ്. ചിപ്പിമോൾക്ക് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഡാഡി അമ്മയും കൂടെ ആ മഴയത്ത് കിടന്ന് ഡാൻസ് കളിക്കുന്ന കാഴ്ച കണ്ടപ്പോ ചിപ്പിമോൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് കുറെ സമയം അവർ കഴിഞ്ഞ് അവിടെ ആ മഴയത്തൊക്കെ നിന്നതിന് ശേഷമാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. ചിപ്പിമോൾ അകത്തേക്ക് ഓടി കയറി ചെല്ലുവാണ്. ആ സമയം സ്വപ്നവല്ലിയും മഞ്ജിമയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ട്രോഫിയൊക്കെ ആയിട്ട് ചിപ്പിമോളെ എന്നിട്ട് അച്ചമ്മയെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നത്. അപ്പോഴേക്കും രാമനാഥനും കൂടെ ഒന്ന്, ആഹാ കൊള്ളാലോ മോൾക്ക് ട്രോഫി കിട്ടിയോന്ന് ചോദിക്കും. പിന്നെ ഈ ഞാൻ ആരാന്ന് അച്ഛൻ വിചാരിച്ചോണ്ടിരിക്കണേ, മഹേഷ് ചന്ദ്രന്റെ മോളല്ലേ, ഋതു മഹേഷ് ചന്ദ്രൻ, ഋതിക മഹേഷ് ചന്ദ്രൻ എന്നൊക്കെ പറയണം. അത് മനസ്സിലായെന്ന് പറയാ. കണ്ടില്ലേ എനിക്ക് കിട്ടിയ ട്രോഫി എന്ന് പറയാം. കൊള്ളാം, സിഇഒയുടെ മോളാണ് ഈ പ്രാവശ്യത്തെ ട്രോഫി. സിഇഒയ്ക്കുള്ള ബെസ്റ്റ് സിഇഒ അവാർഡ് വാങ്ങിയിരിക്കുന്ന മോളുടെ ഡാഡിയല്ലേ. അപ്പൊ അതുപോലെ തന്നെ ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡും കിട്ടിയിരിക്കുന്ന മോൾക്ക അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവല്ലി ചിപ്പിമോളെ ഒന്ന് പുകഴ്ത്തോണ്. ഇത് കേട്ട ചിപ്പിമോള് പറഞ്ഞു, പിന്നല്ലാതെ ഞാനുള്ളപ്പോ പിന്നെ ആർക്കാ കിട്ടുന്നതെന്ന് ചോദിക്കാം. അതിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ അമ്മയ്ക്കുള്ളതാന്ന് പറയാം. അത് കേട്ടതും വെലുണ്ട കാറ്റ് കുത്തുവിട്ടൊരവസ്ഥയായിപ്പോയി സ്വപ്നവല്ലിക്ക്. ഇത് കേട്ടതും രാമനാഥന് ചിരി വന്നു. രാമനാഥൻ ചിരിക്കുകയാണ്. പിന്നീട് മഞ്ജിമ വന്നിട്ട് പറഞ്ഞു, അതെ മോൾക്ക് ട്രോഫിയൊക്കെ കിട്ടിയല്ലേ, ഇങ്ങോട്ട് വാ നമുക്കൊരു സെൽഫി എടുക്കാന്ന് പറയാണ്. 3 സെൽഫി എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടാനായിട്ട് ആ ട്രോഫിയും പിടിച്ചോണ്ട് അങ്ങനെ ചിപ്പിമോള് ആ ട്രോഫിയും പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മഞ്ജിമ എന്ത് ചെയ്യണം, സെൽഫി എടുക്കണം എല്ലാരും കൂടെ കൂടി ചേർന്ന് നിന്നിട്ട് സ്റ്റാറ്റസ് ഇടാനായിട്ട്. രാമനാഥൻ ചോദിച്ചു, അല്ല നിന്റെ അമ്മയുടെ അടി എന്തെന്ന് ചോദിക്കാണ് ചിപ്പിമോളോട്. അവരോ അവര് മഴയത്ത് നനഞ്ഞു കുളിച്ച് വരുന്നുള്ളെന്ന് പറയാ. മഴയത്ത് നനഞ്ഞു കുളിക്കാനോ? കാറിന് വന്നിട്ട് എങ്ങനെയാ മഴയത്ത് നനഞ്ഞു കുളിക്കുന്നേ? ഒന്നും പറയണ്ട എന്റെ അച്ചാച്ചാ. അന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും മഴ കണ്ടു കഴിഞ്ഞപ്പോ അമ്മ മഴയത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. നമ്മുടെയൊക്കെ വിചാരം എന്താ, അവര് തമ്മിൽ എപ്പോഴും അടിയാന്നല്ലേ? അങ്ങനെയൊന്നും അല്ല, കാണായിരുന്നു ആ മഴയത്ത് കിടന്നുള്ള ഡാൻസ് ഒക്കെ അമ്മയും ഡാഡിയും കൂടെ. ഇത് കേട്ടത് മഞ്ജിമ സ്വപ്നയോട് കേട്ടോമേ, കൊച്ചു പറയുന്ന കേട്ടോ, ചിപ്പി പറയുന്ന കേട്ടോ, നമ്മളുടെ കണ്ണി പൊടിയിടാനായിട്ട് അവര് വെറുതെ അഭിനയിക്കുന്ന മാത്ര. അവര് തമ്മിൽ വഴക്കാന്ന്, അല്ലാത്തപ്പല്ല അവര് ഭയങ്കര സ്നേഹത്തിലാന്ന് പറയാം. എന്താ ചിപ്പിമോളെ നീ പറയണേന്ന് രാമനാഥൻ ചോദിക്കാം. അതെ അച്ഛാ,
അവര് താഴെ കിടന്ന് ഭയങ്കര ഡാൻസ് ആയിരുന്നു. എന്ത് രസമായിരുന്നു അറിയാവോ, അച്ഛനും അമ്മയും കൂടെ കൈ കോർത്ത് പിടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് ചിപ്പിമോൾ അതും കൂടെ വർണ്ണിക്കുവാണ്. അപ്പോഴേക്കുമാണ് ഇഷിതയും മഹേഷും കയറി വരുന്നത്. ഇഷിതേനും മഹേഷനും നനഞ്ഞിരിക്കുന്ന കണ്ടപ്പോ തന്നെ രാമനാഥൻ ഒന്നും അറിയത്തില്ലാത്ത മട്ടി ചോദിച്ചു, എന്ത് പറ്റി മഹേഷേ, ഇതെന്താ നിങ്ങൾ എന്ന് നടന്നടാ വന്നേന്ന് ചോദിക്കും. അല്ല പിന്നെന്താ നനഞ്ഞിരിക്കുന്നെ, അത് പിന്നെ പുറത്ത് മഴയായിരുന്നു. മനസ്സിലായെന്ന് പറയണ. ആ സമയം മഞ്ജു പറഞ്ഞു, കണ്ടോമേ ചിപ്പിമോള് പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാ, രണ്ടുപേരും കൂടെ വന്നിരിക്കുന്ന കണ്ടില്ലേ. ഇപ്പോഴും വിചാരം കൊച്ചു കുട്ടിയാന്നാ, ഒരു ഡോക്ടറാന്നൊരു ചിന്ത പോലും ഇല്ല, മനുഷ്യനെ നാണം കിടത്താൻ എന്നൊക്കെ പറയണം. ഇത് ഇഷിത കേട്ടു. ഇഷിത പറഞ്ഞു, അതെ മഴയത്തിറങ്ങി നമുക്ക് മഴയൊന്ന് ആസ്വദിക്കണമെങ്കിലേ അതിന് കുട്ടിയെന്നോ വലുന്നോ മനുഷ്യന്മാരോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇഷ്ടം എന്താണോ നമ്മുടെ ആഗ്രഹം എന്താണോ അത് നമ്മൾ സാധിക്കണം. അതിന് നമ്മൾ മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമില്ല എന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത അങ്ങോട്ടേക്ക് കയറിപ്പോയി. രാമനാഥൻ പറഞ്ഞ്, കിട്ടിയില്ലോ ഇപ്പൊ സമാധാനമായില്ലേന്ന് ചോദിക്കാം. പട്ടിയോട്ട് പുല്ല് തിന്നുമില്ല, പശുവിനെ തീറ്റിക്കുമില്ല. നീ നിന്റെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്ന എന്തിനാ മഞ്ജിമ? നിനക്ക് സ്വന്തം കാര്യം നോക്കിയാൽ മാത്രം പോരെ, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അതൊക്കെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളല്ലേ, വെറുതെ എന്തിനാ എന്ന് പറഞ്ഞപ്പോഴത്തേനും മഞ്ജു പറഞ്ഞു, ഓ ഞാനിപ്പോ ഓരോന്ന് പറയുന്നതായിരിക്കും കുറ്റമല്ലേന്ന് ചോദിക്കാം. കുറ്റമല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞാന്ന് പറയാം. ആ സമയം ഇഷിത ഡ്രസ്സ് മാറാനായിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കുമാണ് രചനയുടെ വരവ്. രചന അങ്ങോട്ടേക്ക് വരുവാണ്. കാരണം രചന വെല്ലുവിളിക്കാൻ വേണ്ടി വരുന്നതാണ്. ചിപ്പിമോൾ അവിടെ ഉണ്ടല്ലോ. അപ്പൊ ചിപ്പിമോൾ എന്ന് അവിടെ വെച്ച് കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്തില്ല. അപ്പൊ അതിന് രചന അങ്ങോട്ടേക്ക് വരുവാണ്. കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞപ്പോ സ്വപ്നവല്ലിയാണ് പോയി കഥ തുറക്കുന്നത്. രചനയെ കണ്ടത് പറഞ്ഞു, ഓ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. എന്താ എനിക്ക് വന്നൂടെ, എനിക്ക് എന്റെ മോളെ കാണണം തോന്നുമ്പോ ഇങ്ങോട്ട് വന്നുകൂടെന്ന് ചോദിക്കും. ഓ നിന്റെ മോളോ, കുറച്ചു ദിവസം മുമ്പ് വരെ നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയതാ, അതൊന്നും അത്രയ്ക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ രചന പറഞ്ഞു, സന്തോഷിച്ചോ, അധികം നാളെ ഇങ്ങനെ നിനക്ക് സന്തോഷിക്കാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടതും മഞ്ജു പറഞ്ഞു, അതെന്താ സന്തോഷിച്ചാല്, അതിനുള്ള പണി നിനക്ക് പുറകെ വരുന്നുണ്ട്. നിങ്ങളിപ്പോ വലിയ അഹങ്കരിക്കുന്നുണ്ടല്ലോ, ഉടനെ തന്നെ നിനക്ക് അതിനുള്ള പണി കിട്ടുമെന്ന് പറയണ. ആദ്യത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെയൊക്കെ രചന പറയണേ. പക്ഷെ പെട്ടെന്നൊന്നും മനസ്സിലായില്ല ഈ പറയുന്ന സ്വപ്നവല്ലിക്കോ മഞ്ജുമയ്ക്കോ ഒന്നും. പിന്നീട് പറഞ്ഞു, നിങ്ങളുടെ മരുമോള് വീട്ടിലേക്ക് വന്നെന്ന് കരുതിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇത്ര അഹങ്കാരം അല്ലെങ്കിൽ സ്വപ്നവല്ലിയോട് ചോദിക്കുക. അതേടി ഇപ്പോഴേ കുടുംബം ഒരു കുടുംബമായത് അറിയാലോ. എന്റെ മരുമോള് എത്ര നല്ല പെൺകുട്ടിയാണെന്നറിയാവോ. അവൾ ഈ കുടുംബത്തിലേക്ക് കയറി വന്നതിന് ശേഷം ഈ കുടുംബത്തിലൊരു പ്രകാശം ഉണ്ടാകുന്നേ, ഒരു വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടാകുന്നേ. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ എന്തൊരു സ്നേഹമാണെന്നറിയാവോ. നീ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. നിനക്ക് എന്നെ മഹേഷിന്റെ അച്ഛനൊന്നും കണ്ണെടുത്താ കാണത്തില്ലായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ വന്ന ഡോക്ടർ ഇഷിതയുണ്ടല്ലോ, അവൾ അങ്ങനെയല്ല, മോളെ ഞങ്ങളെയൊക്കെ പൊന്നു പോലെ നോക്കുന്നേ. നീ ഒന്ന് വന്ന് കണ്ടുപഠിക്കടി, ഒരു ഭാര്യ എങ്ങനെയായിരിക്കണമെന്ന് കണ്ടുപഠിക്കണമെന്ന് പറയാം. ഈ സമയം ഇഷിത അകത്ത് ഇപ്പൊ ഉണ്ടായിരുന്നു. ഇഷിത കേട്ട് ഈ പറയുന്നതൊക്കെ ഇഷിത ഓർത്ത് ഇവരിങ്ങനെയൊക്കെ പറയുമെന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയി. സ്വപ്നവല്ലി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് പിന്നീട് ഇഷിത നേരെ മഹേഷിന്റെ അരിയിലേക്ക് ചെന്നിട്ട് മഹേഷിനോട് രചന വന്നിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് തോന്നി അവൾക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ എന്ന്. അങ്ങനെ ഇഷിതയും മഹേഷും ചേർന്നിട്ട് രചനക്കിട്ടൊരു പണി കൊടുക്കുകയാണ്. ഭയങ്കര സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കൈയൊക്കെ കോർത്ത് പിടിച്ചിട്ട്, എത്ര കാലം ഞാൻ പ്രാർത്ഥിച്ചിട്ടാണെന്നറിയാവോ മഹേഷിനെ പോലെയുള്ള ഒരാളെ എനിക്ക് ജീവിതത്തിലേക്ക് ഭഗവാൻ കൊണ്ടുതന്നേന്നൊക്കെ പറയണം. ആ സമയം ഇഷിത പതുക്കെ പറയുന്നുണ്ട്, എന്റെ പൊന്നെ, നിങ്ങളെ പോലെ ഒരാൾ എന്റെ ജീവിതത്തിലേക്ക് വന്ന എന്റെ കഷ്ടകാലെന്ന്. പക്ഷെ പുറത്ത് നിൽക്കുന്നവർക്ക് അത്ര ഇങ്ങനെ കേൾക്കാൻ പറ്റില്ല. ബാക്കി കാര്യങ്ങളെല്ലാം നല്ല സൗണ്ടിലാ പറയണേ. രചന കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പറയണൊക്കെ. രചനയ്ക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യം ഒന്നുകൂടെ ഇരട്ടിച്ചു. ഈ സമയം സ്വപ്നവല്ലി പറഞ്ഞു, കേട്ടില്ലേ, അവർ രണ്ടുപേരും അത്ര നല്ല സ്നേഹത്തിലാന്ന് പറയാ. ചിപ്പിമോള് പറഞ്ഞു, അതെ, പുറമെ ഇങ്ങനെ കാണുമ്പോ അവര് ദേഷ്യമൊക്കെ അഭിനയിച്ച് നടന്നാലും അവര് വീടിനുള്ള നല്ല സ്നേഹത്തിലാ. എന്റെ അമ്മയും ഡാഡിന്നും കൂടെ പറയണം. അതും കൂടെ കേട്ടപ്പോ രചനയ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. പിന്നീട് സ്വപ്നവല്ലി പറഞ്ഞു, കണ്ടില്ലേ, കണ്ടു പഠിക്കലേ നീയ എന്റെ മോളെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞിട്ട് ഇത്രയും കാലമായി, എന്നിട്ടോ ഇപ്പൊ അവളുടെ മോളെ അന്വേഷിച്ചുകൊണ്ട് വന്നിരിക്കും, നാണമില്ലേടിന്ന് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലിക്ക് വായി തോന്നിയൊക്കെ സ്വപ്നവല്ലി വിളിച്ചു പറയണം. മേലാല് എന്റെ വീടിനകത്തേക്ക് കാല് കുത്തിയേക്കല്ലെന്ന് പറയണം. ഇത് കേട്ടതും രചന പറഞ്ഞു, കാല് കുത്തണം കൈ കുത്തണം ഞാൻ തീരുമാനിക്കും. നിങ്ങൾ എന്റെ അടുത്തേക്ക് വരും, എന്റെ അടുത്തേക്ക് വന്ന് എന്റെ അടുത്ത് വന്ന് കെഞ്ചു എന്ന് പറയണേ. എന്തിന്? ഞാൻ നിന്റെ അടുത്തേക്ക് എന്തിനാടി വരുന്നേ? ചിപ്പിമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ഇനിയിപ്പൊ നിന്റെ അടുത്തേക്ക് വരേണ്ട കാര്യം ഞങ്ങൾക്കില്ലാന്ന് പറയാം. വരുവോ വരാതിരിക്കോ അത് നമുക്ക് കാണാം. ഒരാഴ്ചക്കുള്ളില് നിങ്ങളുടെ എന്റെ കാല് വന്ന് പിടിക്കൂന്നൊക്കെ പറയണം. ഇത് കേട്ടതും അവർ ഒന്നും മനസ്സിലായില്ല സ്വപ്നവല്ലിക്കൊന്നും. അധികം വൈകാതെ നിനക്ക് അത് മനസ്സിലാവും. ചിപ്പിമോള് മാത്രമല്ല ഉള്ളത്, കാണിച്ചരാ എന്നൊക്കെ പറഞ്ഞ് രചന വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ആ സമയം സ്വപ്നവല്ലിയോട് മഞ്ജു പറഞ്ഞു, അമ്മയ്ക്ക് മനസ്സിലായില്ലേ അവള് വെല്ലുവിളിച്ചിട്ട് പോയത് എന്താന്ന്? എന്താ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയണം.
ഒരുപക്ഷെ ചിപ്പിമോള് മാത്രം അല്ല ഉള്ളതെന്നാ പറയണേ. അങ്ങനെയാണെങ്കിൽ ആദിത്യനെയാണ് അവൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദിത്യനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ എങ്ങനെയും പോവാണെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം രാമനാഥൻ പറഞ്ഞു, അങ്ങനെയാണ് മിക്കവാറും അതായിരിക്കും. ഒരു യുദ്ധം കഴിഞ്ഞേ ഉള്ളൂ, ഇനി ഇപ്പൊ അടുത്ത യുദ്ധം നടക്കാണ്ട് പോവാൻ തോന്നേ. ആദിത്യനെ കൂട്ടിക്കൊണ്ട് വന്നാ മിക്കവാറും അവള് കണ്ടോ അവനെ വെച്ചിട്ടായിരിക്കും ഇനിയിപ്പൊ അടുത്ത പ്രകടനങ്ങൾ നടത്തുന്നതെന്ന് പറയാ. സ്വപ്നവല്ലി പറഞ്ഞു, എന്റെ ഭഗവാനെ, ഇനി എന്തൊക്കെയായിരിക്കും ഇവിടെ സംഭവിക്കാനായിട്ട് പോന്നേ. ആദിത്യനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഈ പറയുന്ന ഇഷിതയ്ക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നോർത്തുകൊണ്ട് ആകെപ്പാടെ വേവലാതിപ്പെടുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മള് കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.